എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കടപ്പെട്ടിരിക്കുന്നത് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടതായിരിക്കുന്ന എൻ്റെ ഒരു സുഹൃത്തുണ്ട്. ഏറ്റവും പ്രിയപ്പെട്ടത്. ഏതൊരു ദിവസവും ഞാൻ എന്നും ഓർക്കുന്നുണ്ട്. പറയാൻ എത്ര വാക്കുകളുണ്ടെങ്കിൽ പോലും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ബന്ധമുണ്ട്. ഇന്നത്തെ ശബരിനാഥ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഇന്നിവിടെ വന്നിരിക്കുമ്പോൾ പോലും ആളെൻ്റെ ജീവിതത്തിൽ അനുഗ്രഹിച്ചു തന്ന നിമിഷങ്ങളുണ്ട്. ഞാൻ വീട്ടിൽ പറഞ്ഞു, എൻ്റെ വീട്ടിലെ ഒറ്റപുത്രനാണ് ഞാൻ. അപ്പോൾ ഉണ്ടാകുന്ന ആ ഒരു മാനസിക സമ്മർദ്ദങ്ങളിൽ നിന്നൊക്കെ കടന്നു വരുമ്പോൾ ഞാൻ പോലും അറിയാതെ എന്നെ ഇന്നിപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ ഇരുന്ന് പറയുന്നതിൽ പോലും ആൾ ഒറ്റ വ്യക്തിയാണ് കാരണക്കാരൻ. ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ സൗന്ദര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭഗവാന്റെ പേര് തന്നെയാണ് അയാൾക്കും. ഉണ്ണികൃഷ്ണൻ എന്നാ പേര്. ഇന്നും ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന വ്യക്തി സൗഹൃദത്തിൽ എന്തെന്ന് ചോദിച്ചാൽ, ഞാൻ എപ്പോഴും ഈ സുധാമാ ചരിതം പറയുമ്പോൾ ഞാൻ ഞങ്ങളുടെ അവസ്ഥ ആലോചിക്കാറുണ്ട്. ജീവിതത്തിൽ പല സമയങ്ങളിൽ ഇങ്ങനെ പ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയത്തും അല്ലാതെയും ജീവിതത്തിൽ കൈപിടിച്ച് വീഴ്ചകളിൽ കൂടെ പിടിച്ചുയർത്തിയ ഒരാളാണ് അദ്ദേഹം. എത്ര വാക്കുകളുണ്ടെങ്കിലും ജീവിതത്തിൽ പറഞ്ഞു തീർക്കാൻ പറ്റില്ല. അത് നമുക്ക് ആ ഒരു ബന്ധമൊക്കെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകുമ്പോഴും അകന്നു പോകുമ്പോഴും നമ്മൾ അനുഭവിക്കുന്ന ഒരു വേദന, ഒരു മരവിപ്പുണ്ട് അദ്ദേഹത്ത്, ശരീരത്തിൽ, ആത്മാവിന്. ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹമാണ് എന്നുള്ളത് അത് ഇന്നും എന്നും ഞാനെപ്പോഴും പറയാറുണ്ട്. എൻ്റെ എൻ്റെ അച്ഛനും അമ്മയുടെ അടുത്തൊക്കെ പറയാറുണ്ട്. ജീവിതത്തിൽ ഞാൻ ഇത്രയും കാലം ജീവിച്ചിരുന്നതിൽ എൻ്റെ ജീവിതത്തിൽ മോസ്റ്റ് ബ്യൂട്ടിഫുൾ മൊമെൻ്റ് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ കൂട്ടുകാരനോടൊപ്പം ചെലവാക്കിയ സമയങ്ങളിലാണ്. കാരണം അതൊരു എന്താ പറയുക, അതിങ്ങനെ ഈ ചുറ്റി നടപ്പോ അങ്ങനെയല്ല. ഇന്ന് 4 അക്ഷരം പറയുന്നുണ്ടെങ്കിൽ, ഒരു ജോലിയിലൂടെ എനിക്ക് 10 പൈസ കിട്ടുന്നുണ്ടെങ്കിൽ അതിലെല്ലാം പോലും ഞാൻ പോലും അറിയാതെ എന്നെ സഹായിച്ച ആളുണ്ട്. ഈ ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ വ്യക്തി. ആള് നല്ല സംഗീതജ്ഞനായിരുന്നു. നല്ല രീതിയിൽ എപ്പോഴും ഒരു ഹൃദയത്തിൽ ചേർത്ത് വെച്ച് കൂട്ടുകാരനെന്ന് ചൊല്ലി വിളിക്കാൻ എനിക്കങ്ങനെ ഒത്തിരി ആളുകളില്ല. പക്ഷെ എന്നാൽ ഉള്ളവരൊക്കെ അതിലെപ്പോഴും ഏത് കാലത്തും ഏതൊരു സമയത്തും നമ്പർ 1 ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആള് മാത്രമാണ്. എന്തെന്ന് ചോദിച്ചാൽ ഭഗവാന്റെ സ്വരൂപമായി തന്നെ കാണുന്നത് കൊണ്ട്, പ്രതിസന്ധികളിൽ കൈവിടാതിരുന്നത് കൊണ്ട്. നമ്മുടെ ഒത്തിരി കൂട്ടുകാര് നമ്മുടെ ജീവിതത്തിൽ ചില സാഹചര്യങ്ങൾ വന്നപ്പോൾ മുറിവേൽപ്പിച്ച് പോയവരാ കൂടുതലും. ആ മുറിവേൽപ്പിച്ചവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് ഏതെല്ലാം ജീവിതത്തിൽ അവർക്ക് ഗുണങ്ങൾ ഉണ്ടാക്കാവോ അതെല്ലാം ഗുണമുണ്ടായതിന് ശേഷം, ഇപ്പോൾ നമ്മൾ കാറിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മുടെ ഇടത് ഭാഗത്തിരിക്കും, അല്ലേ, മനസ്സിലായോ, അല്ലെ വലത്ത് ഭാഗത്ത് അവനായിരിക്കും ഡ്രൈവിംഗ് സീറ്റിലിരിക്കുക. അങ്ങനെ ഇരുന്നവർ പോലും നമ്മളെ കൊണ്ടുപോയി ചതിച്ചപ്പോഴും ഇന്ന് വരെ നമ്മുടെ അടുത്ത് ഒന്നും വേണമെന്ന് പറയാതെ നമ്മളെ ഒരു കൂട്ടുകാരനായി കൊണ്ട് നടന്ന ഒരാളുണ്ട്. അതാണ് ജീവിതത്തിലെ സൗഹൃദം എന്ന് പറയുക. അതിനോട് ആഴവും ഇല്ല ഒന്നിനും. ഇപ്പോൾ ഈ രക്തബന്ധങ്ങളൊക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിത്തല്ല് കാണുമ്പോൾ ഞാൻ ചിലപ്പോൾ ആലോചിക്കും, ഭഗവാനെ തരാഞ്ഞത് നന്നായി. എന്നാൽ അതിനേക്കാൾ ആഴമേറിയ ചില ബന്ധങ്ങളുണ്ടെന്ന് നമ്മൾ പറയാറില്ലേ. നമ്മുടെ കൂടപ്പിറപ്പുകൾ പോലും നമ്മളെ താങ്ങും തണലും ഇല്ലാതെ ഇരിക്കുന്ന സമയത്ത് പോലും നമ്മളെ കൈ തന്ന് സഹായിക്കുന്ന ഭഗവാന്റെ ഒരു കൈ ഉണ്ടാവും എപ്പോഴും. ആ കൈയാണ് എപ്പോഴും നമ്മുടെ സുഹൃത്തുക്കളെന്ന് പറയുക.